ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള വില്ലൻ ആക്ടേഴ്സ് ആരും റൊമാൻസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വില്ലൻ ആക്ടേഴ്സ് അവർ റൊമാൻസ് ചെയ്താൽ അതെങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ പറ്റും? മിമിക്രി ആർട്ടിസ്റ്റിനാവുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും തോന്നുന്നു. വില്ലൻ ആർട്ടിസ്റ്റുകൾ റൊമാൻസ് കാണിക്കുന്നുണ്ട്. അതിനാണ് ബലാത്സംഗം എന്ന് പറയുന്നത് സിനിമയിൽ. നിങ്ങൾക്ക് ഈ മറ്റേ മരം ചുറ്റിയുള്ള ഒരുപാട് സിനിമയിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ ചെയ്ത് കാണിക്കും. അല്ല, അത് ഇപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ആഗ്രഹം വന്നെങ്കിൽ മിമിക്രിക്കാരെ നിങ്ങൾ രണ്ടുപേരും ചെയ്തേ പറ്റത്തുള്ളൂ. അത് നമ്മളെ ഒരു ഒരു റൊമാൻറ്റിക് സീൻ ഏത് സീനാ നമുക്ക് കാണേണ്ടത്? ഏതായാലും മതി. പിഷാരടി ചെയ്യണ്ട, സുരാജേട്ടൻ. ഞാൻ ചെയ്യുന്നില്ല, ചോദിച്ചാ ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്. ഭീമൻ രഘു സാർ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന അറിയാം. ഏത് സീൻ കാണണം? ഏതെങ്കിലും സീൻ കുഴപ്പമില്ല. ഭീമൻ രഘു സാർ ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് സീൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? റൊമാൻറ്റിക് ആയിട്ടുള്ള നമുക്ക് മറ്റേ വന്ദനത്തിൽ ഐ ലവ് യു എന്ന് പറയുന്ന സീൻ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഭീമൻ രഘു ഒരു പ്രണയരംഗം കൈകാര്യം ചെയ്താൽ. ഒരു പ്രണയിനി വേണ്ട നിങ്ങൾക്ക്? പ്രണയിനി വേണം. അതാ ചോദ്യം ചോദിച്ച കുട്ടി തന്നെ വരട്ടെ. പോരെ, അവന്റെ വഴി അവനവൻ തന്നെ തോണ്ടുക. ഇത്രയും വലിയ നീചപ്രവൃത്തി നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. വരൂ നീച. ഞാൻ ഐ ലവ് യു പറയും. അത് ലാലേട്ടൻ അഭിനയിച്ച് ഫലിപ്പിച്ചതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ദാ ഒരു കാമുയെ കാണാനായിട്ട് ഭീമൻ രഘു വന്നാൽ എപ്രകാരമായിരിക്കും? പ്രണയരംഗമാണ്. വരണം മിസ്റ്റർ ഇന്ദു ചൂടൻ. ഈ പൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് അങ്ങ് കണ്ണൂർ കോട്ടമെല്ലാനും പട്ടിയെ തല്ലുന്ന മാതിരി തല്ലിയതാ. കുറെ കാലമായടാ ഒരു കാമുകിയെ നേരിട്ട് കണ്ടിട്ട്. എന്തായാലും പറയിപ്പിക്കും. ഐ ലവ് പറയടി. അങ്ങനെ പറഞ്ഞാ പോരാ, നന്നായിട്ട് പറയാ. ഐ ലവ് യു എന്ന് പറയേ. ഇല്ല, ഞാനില്ലെങ്കിൽ എന്ത് വിളിക്കും? എന്ത് ഐ ലവ് യു എന്ന് പറയണേ. എടി പറയോ. ഇതാണ് വില്ലൻ കഥാപാത്രത്തിൽ. ഇനിയുണ്ട്, നിർത്തിയതാണ്. അല്ല, ഒരു കുട്ടിയുടെ പേരെന്താ പറഞ്ഞ? അവനിജ. ഭൂമിയിൽ ജനിച്ചത് ഇപ്പൊ ആകാശിജയായി. ഇതാണ് ഈ വില്ലന്മാരെ കൊണ്ട് പ്രധാനമായിട്ടും ഈ പ്രേമരംഗം അഭിനയിപ്പിക്കാത്തത്. മനസ്സിലായല്ലോ. അപ്പൊ വളരെ ഗംഭീരമായിരുന്നു. ഇനി ആർക്കെങ്കിലും പ്രണയരംഗം അഭിനയിക്കണോ? വേണ്ട. പക്ഷെ ഉറപ്പായിട്ടും ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പം ജനം രണ്ടഭിപ്രായം പറയും. എന്തുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂട് ആ കൊച്ചിനെ എടുത്തത് ശരിയായില്ല എന്ന് ഉറപ്പായിട്ടും പറയും. ഈ ഷാറൂഖ് ഖാൻ എടുത്ത് പൊക്കുന്നതിനൊന്നും നിനക്ക് കുഴപ്പമില്ല. ഈ സുരാജ് വെഞ്ഞാറമൂട് ഒരു താരമായിട്ട് വന്നിട്ടാണ് എടുത്തു പൊക്കിയത്. അതും ഒരു വില്ലൻ പ്രേമരംഗം അഭിനയിക്കുന്നുള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ടതാ. അല്ലല്ല, അത് സാഹചര്യത്തിന്റെ അനുകൂല ഘടകങ്ങളുണ്ട്. എന്നാ കുഴപ്പമില്ല. ഞാനൊക്കെ ഇവിടെ 10-60 എപ്പിസോഡായി. ഇവിടെ സാഹചര്യം ഒന്നും ഉണ്ടാകുന്നു കാണുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.